നമസ്കാരം. നമ്മുടെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് ത്രസ്റ്റ് എന്താണ്, പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ് എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുക ഒരു പ്രഷർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, സർഫസിൽ ഒരു സമുദ്രത്തിൻ്റെ താഴേക്ക് ചെല്ലും തോറും പ്രഷർ കൂടിക്കൂടി വരുന്നു. ഇപ്പൊ സമുദ്രത്തിന്റെ താഴെ ഒരു എച്ച് ഡെപ്തിൽ എത്രയായിരിക്കും പ്രഷർ? ഓക്കെ, അതിന് ഒരു റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതാണ്, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് വെർട്ടിക്കൽ ഡെപ്ത്. സമുദ്രത്തിൽ നിന്ന് എച്ച് ഡെപ്തിൽ എത്രയാണ് പ്രഷർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സമുദ്രം എന്ന് പറയുമ്പോൾ ആ സമുദ്രത്തിന്റെ സർഫസിൽ നിന്ന്, അതാണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഒരു സമുദ്രം. ഈ സമുദ്രത്തിന്റെ സർഫസിൽ നിന്ന് എച്ച് ഡെപ്തില് ഒരു പോയിന്റ് നമ്മൾ ഇമാജിൻ ചെയ്യും. there is a point. അത് സർഫസിൽ നിന്ന് എച്ച് ഡെപ്തിലാണ്. ഈ എച്ച് ഡെപ്തിലുള്ള ഈ പോയിന്റിലെ പ്രഷർ എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയാം. ഈ മുകളിൽ സമുദ്രത്തിന്റെ സർഫസ് വരെ എന്തുണ്ടാവും? എയർ കോളംസ് മൂലമുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും. പ്ലസ് ഈ പോയിന്റിലെ പ്രഷർ എന്ന് പറയുമ്പോൾ ആ പോയിന്റിന്റെ മുകളിലേക്കുള്ള വാട്ടർ കോളത്തിന്റെ വെയിറ്റ് മൂലം ഒരു ഫോഴ്സ് കൂടി ഉണ്ടാവും. അപ്പൊ ഈ വാട്ടർ കോളത്തിന്റെ വെയിറ്റും പ്ലസ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഈ രണ്ടും കൂടി കൂടിയ ഒരു പ്രഷർ ആയിരിക്കും ആക്ച്വലി പി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നുള്ളൂ, ഈ ഒരു എച്ച് ഡെപ്തില്, നമ്മുടെ സമുദ്രത്തിലെ എച്ച് ഡെപ്തില് ഒരു പോയിന്റ്, ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിൽ എത്രയാണ് പ്രഷർ? നമുക്കറിയാം, സബ്മറൈനൊക്കെ പോകുമ്പോൾ സമുദ്രത്തിന്റെ താഴെയാണ്. അപ്പൊ ആ താഴെ ഈ സബ്മറൈനിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷറൊക്കെ നമുക്ക് മെഷർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന ഇതാണ് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് വെർട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, അപ്പം എത്രയേ ഉള്ളൂ? ഒരു വാട്ടർ, ആ വാട്ടറിൽ എച്ച് ഡെപ്തിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ പോകും. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക, സമുദ്രമൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ പഠനത്തിന് വേണ്ടി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിരിക്കുക. ഒരു ഈ ഗ്ലാസ്സിൽ നമ്മൾ നിറച്ച് വെള്ളം എടുത്തിരിക്കുക. ഇതിൻ്റെ ഇങ്ങനെ തുളുമ്പ് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ടോപ്പ് കഴിഞ്ഞാൽ പിന്നെ എയർ കോളമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ സർഫസിൽ, ഈ ടോപ്പിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ ഗ്ലാസ്സിൽ നിന്ന് ഒരു എച്ച് ഡെപ്തിൽ താഴേക്ക് ആ വെള്ളത്തിനകത്ത് നമ്മളൊരു പോയിന്റ് ഇമാജിൻ ചെയ്യുന്നു. ആ പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കണം. ഇതെന്താണ്? ഒരു ഗ്ലാസ്സിൽ സിലിണ്ടറിക്കൽ ഷേപ്പാണ്, അതിനകത്ത് നമ്മളൊരു വെള്ളം നിറച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ മേളിൽ അറ്റ്മോസ്ഫിയർ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് താഴേക്ക് എച്ച് ഡെപ്തിൽ ഈ ഗ്ലാസ്സിനകത്ത് ഒരു പോയിന്റിൽ പ്രഷർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഡെറിവേഷൻ. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ എന്താണ് ഒരു വെസൽ, ഈ ഗ്ലാസ് വലിയ വെസൽ കൺസിഡർ ചെയ്തിരിക്കുന്നു. ആ വെസലിൽ നമുക്കറിയാം ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആയിട്ട് എടുക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ, ഈ ലിക്വിഡ് അനങ്ങാതെ നിൽക്കണം, ഒരു വേരിയേഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടലി ഒരു ഓട്ടം ഒന്നുമില്ല, ഇങ്ങനെ അനങ്ങാതെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ നോ ഹൊറിസോണ്ടൽ ഫോഴ്സ്, എന്നുവെച്ചാൽ ഒരു ഒഴുക്കൊന്നുമില്ല, വെള്ളം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. ഈ അനങ്ങാതെ നിൽക്കുന്ന അവസരത്തിൽ ഞാനിവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ലിക്വിഡിനെ ഇമാജിൻ ചെയ്യുന്നു. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ലിക്വിഡ് കോളം വേറെ ഒന്നുമില്ല. നമ്മുടെ ഇതിനകത്ത് ഈ ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളത്തിൻ്റെ ഒരു സിലിണ്ടർ, ഇതിനകത്ത് കൃത്യം ഈ സർഫസ്, ഈ ടോപ്പ് മുതൽ എച്ച് ഡെപ്ത് വരെയുള്ള ഒരു സിലിണ്ടർ, വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിനെ എടുത്ത് മാറ്റി അതിൻ്റെ
അതിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോവുക. അപ്പം എന്താണ്, ഈ ഒരു ഗ്ലാസിൻ്റെ വെള്ളത്തിൻ്റെ ഒരു സിലിണ്ടർ, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള ഒരു സിലിണ്ടർ, അപ്പം ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? h ആയിരിക്കും. നമ്മൾ അങ്ങനെ ഒരു ഹൈറ്റ് ഇമാജിൻ ചെയ്യുന്നത് കാരണം നമുക്ക് ഈ സിലിണ്ടറിൻ്റെ തൊട്ട് ഏറ്റവും അടിയിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലെ പ്രഷറാണ് കണ്ടെത്തേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് വാട്ടർ, ആ ഗ്ലാസിൻ്റെ ഏറ്റവും ടോപ്പ് എഡ്ജ് മുതൽ h ഡെപ്തിൽ ഒരു വലിയൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ലിക്വിഡ് കൺസിഡർ ചെയ്യും. അപ്പം ഈ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇതൊരു സിലിണ്ടർ ആകുമ്പോൾ അതിനൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടാവും താഴെയും മേളിലും. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A ആണ്. താഴത്തെ സർഫസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാരണം വെച്ചാൽ ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഈ സിലിണ്ടർ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്, വെർട്ടിക്കലി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. അനങ്ങാതെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക എന്നാണ് അർത്ഥം. എന്താണ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്സിൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ പേനയെ പിടിച്ച് ഇങ്ങോട്ട് തള്ളുന്നു. ഈ കൈ കൊണ്ട് സെയിം ഫോഴ്സ്, അതായത് എൻ്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ ഇതിന് ലെഫ്റ്റിലേക്കും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റിലേക്കും, ഈ രണ്ട് ഫോഴ്സും ഒന്നായാൽ ഈ എൻ്റെ പെണ്ണ് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാണ്ട് നിൽക്കും. ഈ അവസ്ഥ തന്നെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതിലെ നെറ്റ് ഫോഴ്സ് 0 എന്ന് പറയും. ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം. അതിലെ നെറ്റ് ഫോഴ്സ് 0, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരേ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അതിൽ എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് 0. അതാണ് ഇക്വിലിബ്രിയം. അങ്ങനത്തെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് നമ്മുടെ ഈ സിലിണ്ടറിക്കൽ ലിക്വിഡ് ഇരിക്കുക. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ ടോപ്പ് എഡ്ജ്, അതായത് ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് എന്താ, ഈ സിലിണ്ടറിൻ്റെ മുകളിലേക്ക് എന്താ, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് എയർ കോളംസ് ആണ്. അപ്പോൾ ആ എയർ കോളംസ് മൂലമുള്ള പ്രഷർ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചു. എന്താണത്? PA, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ എയർ കോളം എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങനെ താഴത്തേക്ക് ഒരു ഫോഴ്സ് ആക്ടിവിപ്പിക്കും. എയർ കോളത്തിന്റെ വെയിറ്റ് മൂലം, അതായത് ഇതിന്റെ നമ്മുടെ ഈ ഗ്ലാസിന്റെ എഡ്ജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്ലാസിന്റെ, അതായത് ഈ ഗ്ലാസിന്റെ മുകളിലേക്ക് എയർ കോളമാണ്, അതായത് ശൂന്യാകാശം മുതൽ ഇവിടം വരെ എയർ കോളമുണ്ട്. ഈ എയർ കോളത്തിന്റെ ഫോഴ്സ്, പ്രഷർ അത് ഇവിടെ ഉണ്ടാവും, ഈ സർഫസിൽ ഉണ്ടാവും. ആ സർഫസ് പ്രഷറിനെയാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മളിവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു സർഫസിന് പ്രഷർ എന്താണ്? PA ആയിരിക്കും. ആ പ്രഷർ എപ്പോഴും ഡൗൺവേർഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഇവിടുത്തെ സർഫസിൽ ഈ ഒരു P എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഇവിടെ നിൽക്കുന്ന സർഫസിലെ, അപ്പോൾ ഈ എയർ കോളത്തിന്റെ, ഈ ലിക്വിഡ് സിലിണ്ടറിന്റെ മുകളിൽ നിന്ന് ഈ എയർ കോളം ഒരു താഴത്തേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് എന്ത് മൂലമാണ്? PA എന്ന് പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൂലമാണ്. ഇനി ഇതിന്റെ താഴെ ഇത് അനങ്ങാണ്ട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ടൊരു ഫോഴ്സ് മേളിലേക്ക് കൊടുക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു പ്രഷർ ഉണ്ട്. ആ പ്രഷർ മൂലം ഒരു ഫോഴ്സ് മേളിലേക്ക് ഉണ്ടാകും. ഇനി ഇത് കൂടാതെ ഈ ലിക്വിഡ് കോളത്തിനൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എപ്പോഴും എങ്ങോട്ട് ആക്ട് ചെയ്യാൻ, ഞാനിവിടെ നിൽക്കുക, എൻ്റെ വെയിറ്റ് എങ്ങോട്ടാ? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത്. അപ്പൊ അത് എങ്ങോട്ട് ആക്ട് ചെയ്യാം? താഴത്തേക്ക് ആക്ട് ചെയ്യാം, mg. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഈ ലിക്വിഡ് കോളത്തിന്റെ, ഈ ലിക്വിഡ് സിലിണ്ടറിൽ ഇതിന്റെ ടോപ്പിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ആ PA, ഇതിന്റെ താഴെ ഒരു P എന്ന് പറയുന്ന പ്രഷർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രഷർ. ഇതിന് കൂടാതെ ഈ mg എന്ന് പറയുന്ന വെയിറ്റ് ഉണ്ട്. നമുക്കറിയാം പ്രഷർ ഇൻറ്റു ഏരിയ ഫോഴ്സ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് PA ഇൻറ്റു A, അത് താഴത്തേക്ക് ആക്ട് ചെയ്യും. ഇനി ഇവിടുത്തെ പ്രഷർ P ഇൻറ്റു ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക്, ഇവിടുത്തെ ഏരിയ എന്താണ്? PA. ഇതാണ് മുകളിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്. അപ്പൊ ഞാൻ വേറെ ഒന്നുമില്ല, ഇതാണ് നമ്മളുടെ ഫോഴ്സ് എങ്കിലേ, ഇതാണ് നമ്മുടെ സിലിണ്ടർ എങ്കിലേ, ഈ സിലിണ്ടറിന്റെ മുകളിൽ
എയർ കോളം മൂലം ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ഇതിന് താഴത്തേക്ക് തള്ളും. ആ ഫോഴ്സാണ് പി എ ഇൻറ്റു എ. എയർ കോളം മൂലമുള്ള പ്രഷർ പി എ ഇൻറ്റു എ ആയിരിക്കും. ഇനി വെയിറ്റ് ഉണ്ട്, അതും താഴത്തേക്ക് തന്നെയാണ്. ആ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ജി. ഓക്കെ, അപ്പൊ ഇതിനെ ഈ പി എ ഇൻറ്റു എ എന്ന് പറയുന്ന ഫോഴ്സ് താഴത്തേക്ക് തള്ളും, എം ജി എന്ന് പറയുന്ന വെയിറ്റ് താഴേക്ക് തള്ളും. ഇതിനെ ബാലൻസ് ചെയ്യുന്ന ആരാ? ഇത് ഇക്വിലിബ്രിയത്തിലല്ലേ? ഇപ്പൊ ബാലൻസ് ചെയ്യുന്ന ആരാ? ഈ താഴത്തെ പ്രഷർ. അത് എത്രയാണ്? പി. ആ സമയത്തുള്ള ഏരിയ എത്രയാണ്? എ. അപ്പൊ ഈ പി എ എന്ന് പറയുന്ന ഏരിയ ആയിരിക്കും ഇതിനെ ബാലൻസ് ചെയ്യുക. അപ്പൊ ഇത് താഴത്തേക്ക് ഈ പി എ എന്ന് പറയുന്ന ഈ താഴത്തുള്ള പ്രഷർ മേളിലേക്ക്. ചുരുക്കി പറഞ്ഞുള്ളൂ, എം ജി എന്ന് പറയുന്ന വെയിറ്റ് ഡൗൺവേർഡ് അറ്റാക്ക് ചെയ്യും. പി എ ഇൻറ്റു എ, അതായത് എയർ കോളത്തിന്റെ വെയിറ്റ് ഇതിനെ താഴത്തേക്ക് പോക്കും. ഈ എം ജിനെയും ഈ എയർ കോളത്തിന്റെ വെയിറ്റിനെയും കൂടി ബാലൻസ് ചെയ്യുന്നത് ഈ താഴത്തു നിന്നുള്ള പ്രഷറാണ്. ഈ പി ഇൻറ്റു എ എന്ന് പറയുന്നത് താഴത്തു നിന്നുള്ള പ്രഷർ ഇവിടെ നമ്മൾ പി ആയിട്ട് എടുത്തെങ്കിൽ പി എ എന്ന് പറയുന്ന ഫോഴ്സ് ആണ് ഇതിന് മുകളിലേക്ക് പൊക്കുന്നത്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? ദിസ് പി എ ഈസ് ഈക്വൽ ടു പി എ ഇൻറ്റു എ പ്ലസ് എം ജി. ഈ എയർ കോളത്തിന്റെ താഴത്തേക്കുള്ള ഫോഴ്സസ് ഒന്ന് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻറ്റു എ. ആ ഫോഴ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൂലമുള്ള ഫോഴ്സ് താഴത്തേക്ക്, ഈ എയർ കോളത്തിന്റെ വെയിറ്റ് എം ജി താഴത്തേക്ക്, ഇതിനെ ബാലൻസ് ചെയ്യുന്ന ഈ ഒരു താഴെയുള്ള പ്രഷർ ഇൻറ്റു ഏരിയ, സർഫസ് ഏരിയയില്ലേ? അപ്പൊ ഈ ഫോഴ്സ് മേളിലേക്ക്. അപ്പൊ താഴത്തേക്ക് രണ്ട് ഫോഴ്സും ഈ പി എ ഇൻറ്റു എയും എം ജിയും, അതിനെ ബാലൻസ് ചെയ്യുന്ന പി ഇൻറ്റു ഈ പിന്നെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുക. ആ പ്രഷർ അറ്റ് ദ പോയിന്റ് ആണ്, അത് മേളിലേക്ക് ആക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ പി എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എ ഇൻറ്റു എം ജി. വാട്ട് ഈസ് എം? മാസ് ഓഫ് ദ ലിക്വിഡ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മാസ് ഇസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി. മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. നമുക്കറിയാം, ഒരു സിലിണ്ടറിന്റെ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന സിലിണ്ടറിന്റെ ഹൈറ്റ് എച്ച് ആണ്. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഒരു സിലിണ്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വോളിയം കിട്ടും. വാട്ട് ഇസ് ദ വോളിയം? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഇൻറ്റു എച്ച് ഇൻറ്റു വാട്ട് ഇസ് ദ ഡെൻസിറ്റി? അത് ഞാൻ റോ എന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചു. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു റോ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? The PA is equal to PA into A plus ഈ എമ്മിന് പകരം നമ്മൾ എ എച്ച് റോ ഈ ജി കൂടി കൊടുത്തു. ഓക്കെ, ഇനി എ കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയാം. പി എ ഇസ് ഈക്വൽ ടു ഇവിടെ എ ഉണ്ട്, അപ്പൊ ബാക്കി എന്തൊരു പി എ പ്ലസ് എച്ച് റോ ജി. എയും കട്ട് ചെയ്ത് പോയി. നമുക്ക് എന്ത് കിട്ടി? പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. അതായത് ഈ താഴത്തെ പ്രഷർ, ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് റോ ജി പ്ലസ് പി എ. അതായത് ഇവിടുത്തെ പ്രഷർ ഓൾറെഡി പി എ ആയിരുന്നു. അപ്പൊ പി എ പ്ലസ് എച്ച് റോ ജി. അപ്പൊ ഈ പ്രഷർ, ഈ ഡെപ്ത് മൂലമുള്ള പ്രഷറാണ് എച്ച് റോ ജി പ്ലസ് പിന്നെ എല്ലാത്തിനുള്ള പോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാകും. ഈ എച്ച് റോ ജി എന്ന് പറയുന്ന ഈ പ്രഷറിനെ, അതായത് പി ഇസ് ഈക്വൽ ടു എച്ച് റോ ജി, അതാണ് ശരിക്കും ഡെപ്ത് മൂലമുള്ള പ്രഷർ. അപ്പൊ ഞാനിപ്പോ സമുദ്രത്തിന്റെ എച്ച് ഡെപ്തിലിരിക്കുകയാണ് എങ്കിൽ ആ എച്ച് ഡെപ്തിലുള്ള എൻ്റെ പ്രഷർ, ഇത് നമ്മൾ ഗേജ് പ്രഷർ എന്നാണ് പറയുന്നത്. ഗേജ് പ്രഷർ. ഈ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് എച്ച് റോ ജി. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഡെപ്ത് അറിഞ്ഞാൽ മാത്രം മതി, ആ ഡെൻസിറ്റിയും കൂടി അറിഞ്ഞാൽ മതി ആ ലിക്വിഡിൻ്റെ. അപ്പം ഇത് കണ്ടുപിടിക്കാം, എച്ച് റോ ജി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഞാൻ സമുദ്രത്തിൻ്റെ ഒരു എച്ച് ഡെപ്തിലിരിക്കുന്നു. വാട്ട് ഈസ് ദ പ്രഷർ? എൻ്റെ സമുദ്രത്തിൻ്റെ എച്ച് ഹൈറ്റ് ഡെപ്തിലുള്ളതെങ്കിൽ എച്ച് റോ ജി. ശരിക്കുള്ള ആബ്സല്യൂട്ട് പ്രഷർ എത്രയായിരിക്കും? ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടി കൂട്ടിയാൽ എൻ്റെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. സോ വാട്ട് ഈസ് പി? ദിസ് ഈസ് കോൾഡ് ദി അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കിട്ടിയത് എച്ച്. അപ്പോൾ ഏതൊരു ലിക്വിഡിൻ്റെയും എച്ച് ഡെപ്ത് അറിഞ്ഞാൽ, എച്ച് എന്നുള്ള ഡെപ്ത് അറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഡെപ്ത് ഇൻറ്റു ആ റോ ഇൻറ്റു ജി വെച്ചിട്ട് നമുക്ക് ആ
ഗേജ് പ്രഷർ കണ്ടുപിടിക്കാൻ. ആ ഗേജ് പ്രഷറിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്താൽ മതി. ഈ മുകളിലെ എയർ കോളം കൂടി ഇല്ലേ, അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടി ആഡ് ചെയ്ത് നമുക്ക് അബ്സല്യൂട്ട് പ്രഷർ കിട്ടുമെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത്, അപ്പൊ എന്തൊക്കെ ചെയ്തത് നമ്മളതും കൂടി കൺക്ലൂഡ് ചെയ്യാം. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് ആണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ലിക്വിഡ് ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളമെടുത്തു. ആ ഗ്ലാസിൻ്റെ എൻഡ് ടോപ്പ് എൻഡ് മുതൽ എച്ച് ഡെപ്തിൽ നമ്മളൊരു വെർട്ടിക്കൽ ലിക്വിഡ് കോളം നമ്മൾ ഇമാജിൻ ചെയ്തു. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ആ കോളത്തിൻ്റെ ഹൈറ്റ് ഡെപ്ത് എച്ചും അതിൻ്റെ മുകളിൽ, അതായത് ഇതിൻ്റെ ടോപ്പ് ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് എയർ കോളം മാത്രം ഉള്ളതുകൊണ്ട് അവിടുത്തെ പ്രഷർ പി എ ആയി. അതുകൊണ്ട് ആ പ്രഷർ മൂലമുള്ള ഫോഴ്സ് പി എ അതെപ്പോഴും താഴേക്ക്. കൂടാതെ ഈ ലിക്വിഡ് കോളത്തിൻ്റെ വെയിറ്റും താഴേക്ക്. ഈ രണ്ടും ബാലൻസ് ചെയ്യുന്ന ആരാണ്? ഇവിടുത്തെ പ്രഷർ ഇൻറ്റു എ എന്ന് പറയുന്നത്. അതായത് ഈ പ്രഷർ മൂലമുള്ള ഫോഴ്സ് ആണ് ഇതിനെ മുകളിലേക്ക് പൊക്കി അനക്കാതെ നിർത്തുക. അപ്പോൾ ഇവിടുത്തെ പ്രഷർ നമ്മൾ പി എന്നെടുത്തു, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ എന്നെടുത്തു. അപ്പോൾ 3 ഫോഴ്സ് ആണ് ലിക്വിഡ് കോളത്തിൽ. പി എ ഇൻറ്റു എ താഴേക്ക്, എം ജി താഴേക്ക്, പി ഇൻറ്റു എ എന്ന് പറയുന്നത് മുകളിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പി എ ഇസ് ഈക്വൽ ടു ഈ പി എ എന്ന് പറയുന്നതാണ് എന്തിനെ ബാലൻസ് ചെയ്തത്? ഇതിനെ രണ്ടിനെയും പി എ ഇൻറ്റു എ പ്ലസ് എം ജി. വേറെ കേസ് എം എന്ന് പറഞ്ഞ മാസ് ഓഫ് ദ ലിക്വിഡ് ആണ്. മാസ് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയത്തിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഈ ലിക്വിഡ് കോളത്തിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയും ഇതിൻ്റെ ഹൈറ്റ് എച്ചും ആണെങ്കിൽ എ എച്ച് ആണ് വോളിയം ഇൻറ്റു ഡെൻസിറ്റിക്ക് റോയും കൊടുത്തു. ഓക്കെ, സോ പി എ ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എ എച്ച് റോ ജി. ഓർ എ കോമൺ ആയിട്ട് ഇത് കട്ട് ചെയ്തു. ഈ എയും പോയി കഴിഞ്ഞപ്പോൾ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി എന്ന് കിട്ടി. പി എ എന്ന് പറയുന്നത് ഈ ടോപ്പിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും എച്ച് റോ ജി എന്ന് പറയുന്നത് ഈ ഡെപ്ത് അനുസരിച്ചുള്ള പ്രഷറുമാണ്. അതിന് നമ്മൾ ഗേജ് പ്രഷർ എന്നാണ് വിളിക്കുക. ഈ പി എന്ന് പറയുന്ന ഈ ടോട്ടൽ പ്രഷറിനെ നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്നാണ് വിളിക്കുക. സോ അബ്സല്യൂട്ട് പ്രഷർ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. അപ്പൊ നമുക്കിനിയിപ്പോൾ ഒരു സമുദ്രത്തിൽ നിന്ന് ഒരാൾ ഈ 10 മീറ്റർ താഴെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന് പകരം നമ്മൾ 10 ഇട്ട് കൊടുത്താൽ മതി, റോ ഇൻറ്റു ജി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഡെപ്തിലുള്ള പ്രഷർ കിട്ടും. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. താങ്ക് യു.